മിഡിൽ ഈസ്റ്റിലെ ഇറാൻ വേഴ്സസ് ഇസ്രായേൽ യുദ്ധം നീണ്ടുപോവുകയാണെങ്കിൽ യുദ്ധം വളരെ രൂക്ഷമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇരു വശങ്ങളും വളരെ ശക്തമായിട്ടുള്ള ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇറാനാണെങ്കിൽ ഇസ്രായേലിനും മാത്രമല്ല ഗൾഫിലെ മറ്റു രാജ്യങ്ങൾക്കെല്ലാം തന്നെ അമേരിക്കയുടെ ബേസ് സ്ഥാപിതമായിട്ടുള്ള എല്ലാ പ്രദേശങ്ങളിലും ലക്ഷ്യമാക്കി ഇറാൻ വൻതോതിൽ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ യുദ്ധം മുന്നോട്ട് പോകുക എന്നുള്ളത് അതിന് കാരണം ഇതിനകത്തില് ശരിക്കും പറഞ്ഞാലുള്ള വില്ലൻ ആരാണ്? കാരണം പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് നടത്തിയത് ഇപ്പൊ 2025 ജൂലൈ മാസം നടന്ന യുദ്ധമാണെങ്കിലും ഇപ്പൊ നടക്കുന്ന യുദ്ധമാണെങ്കിലും യൂണിലാറ്ററലായിട്ട് ഏകപക്ഷീയമായിട്ടെന്ന് നമുക്ക് പറയത്തക്ക രീതിയിൽ യുദ്ധത്തിന് തുടക്കം കുറിച്ചത് അമേരിക്കയും ഇസ്രയേലുമാണ്. അതിനുശേഷം അതിനുള്ള ഒരു തിരിച്ചടി അല്ലെങ്കിൽ റിട്ടാലിയേഷൻ സെൽഫ് ഡിഫൻസിന് വേണ്ടിയാണ് ഇറാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. അതിനുശേഷം നമ്മളിപ്പോൾ കാണുന്ന ശനിയാഴ്ച തുടങ്ങിയ യുദ്ധമാണ്. ശനി, ഞായർ, തിങ്കൾ, ഇന്ന് മൂന്നാമത്തെ ദിവസത്തിലേക്കാണ് യുദ്ധം പോകുന്നത്. അപ്പോൾ ഈ 3 ദിവസം കൊണ്ട് തന്നെ വളരെ വ്യാപകമായിട്ടുള്ള എന്താണ് പറയുന്നത് കെടുതികൾ അല്ലെങ്കിൽ നാശനഷ്ടങ്ങൾ ഈ പറഞ്ഞ എല്ലാ രാജ്യങ്ങളിലും, ഇസ്രായേലിനും ഇറാനും മാത്രമല്ല ഇതിനകത്തിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ UAE, ഖത്തർ, സൗദി, ബഹ്റിൻ ഇതുപോലുള്ള എല്ലാ രാജ്യങ്ങളിലും വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ സർവനാശം വിതച്ചുകൊണ്ട് യുദ്ധം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്തിൽ നമ്മൾ ഇന്നലെ ഇന്ത്യക്ക് ഉണ്ടാകാവുന്ന ചില പ്രത്യാഘാതങ്ങളെക്കുറിച്ച്, ചില അല്ല പ്രത്യാഘാതങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം നമ്മളൊക്കെ എന്ന് മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന ജിയോഗ്രഫിയുമായിട്ട് വളരെ ക്ലോസ്ലി ഇൻ്റഗ്രേറ്റഡ് ആണ്. ഇൻ്റഗ്രേറ്റഡ് മീൻസ് നമ്മൾ അറ്റാച്ച്ഡ് ആണ്. കാരണം നമ്മളുടെ ഇക്കോണമി, എനർജി അല്ലെങ്കിൽ ഇവിടുന്നുള്ള ഈ മാൻ പവർ, അവിടെ പോയി ജോലി ചെയ്യുന്ന ആൾക്കാരുടെ കാര്യത്തിലൊക്കെ തന്നെ, അതുപോലെ നമ്മൾ അവിടുന്ന് നമുക്ക് കിട്ടുന്ന റെമിറ്റൻസ്, അതൊക്കെ നമ്മുടെ വലിയ ഒരു ഇൻകം സോഴ്സ് ആണല്ലോ ശരിക്കും പറഞ്ഞാൽ. എന്നുവെച്ചാൽ ആൾക്കാർ അവിടെ പോയി ജോലി ചെയ്തിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് നാട്ടിലേക്ക് അയക്കുന്ന പൈസ, അതൊക്കെ ഇന്ത്യയെ സംബന്ധിച്ച് വൻതോതിൽ ലോകത്തിലെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ് റെമിറ്റൻസിൻ്റെ കാര്യത്തിലൊക്കെ. ഗൾഫിൽ നിന്ന് മാത്രമല്ല മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ ഉള്ള കാര്യങ്ങളാണെങ്കിൽ തന്നെയും ഗൾഫിൽ ഇത്രയും അധികം ആൾക്കാർ പോയി ജോലി ചെയ്യുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ച് അത് വലിയൊരു റെമിറ്റൻസിൻ്റെ എക്കോണമിയും കൂടെ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ യുദ്ധം നിലനിൽക്കുമ്പോഴും യുദ്ധത്തിൻ്റെ കെടുതികളായിട്ട് നമുക്ക് പറയുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങളെല്ലാം എനർജി ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. എനർജി തന്നെ നമുക്ക് അവിടുന്ന് ഫ്രീ മീൻസ് സ്മൂത്തായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന എനർജി ഫ്ലോയിലൊക്കെ ഡിസ്റപ്ഷൻ ഉണ്ടാകുകയാണെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ട്, സാമ്പത്തികമായിട്ട് സമ്പദ് വ്യവസ്ഥയിലൊക്കെ വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നവരാണ്. അതുപോലെ തന്നെ ഏറ്റവും വളരെ ശക്തമായിട്ടുള്ളൊരു തിരിച്ചടി കിട്ടാൻ പോകുന്ന രാജ്യമാണ് ചൈന. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഈ ടോപ്പിക് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതായത് പശ്ചിമേഷ്യയിലെ മിഡിൽ ഈസ്റ്റിൽ സംഘർഷം നീണ്ടുപോവുകയാണെങ്കിൽ നമുക്കറിയാം ക്രൂഡ് ഓയിലിൻ്റെ വില സ്കൈ റോക്കറ്റ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ചൈനയെ സംബന്ധിച്ച് ഇറാനിൽ നിന്നും ഡിസ്കൗണ്ട് പ്രൈസിൽ കിട്ടിക്കൊണ്ടിരുന്ന ഈ എണ്ണയ്ക്ക് ഡിസ്റപ്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ, അതുപോലെ തന്നെ കയറ്റുമതിയുടെ കാര്യത്തിൽ എന്ന് വെച്ചാൽ ചൈനയിൽ നിന്നും ഇറാനിലേക്ക് എക്സ്പോർട്ട് ചെയ്തുകൊണ്ട് നടക്കുന്ന എക്സ്പോർട്ടിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ ഒരു ബ്രേക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ചൈനയെ സംബന്ധിച്ച് സാമ്പത്തികമായിട്ട് അവരുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വളരെയധികം ആഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇനിയും യുദ്ധം ത്തിന് യാതൊരു എന്താണ് പറയുന്നത് ഒരു സീസ് ഫയർ അല്ലെങ്കിൽ അതുപോലെ ഇരു രാജ്യങ്ങളും ഒരു പിന്നെ എഗ്രിമെന്റിലേക്ക് എന്നുവെച്ചാൽ യുദ്ധത്തിന് ഒരു അയവ് വരുത്തുന്ന ഒരു സെനാറിയോ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ യുദ്ധം ഒരു കൂടുതൽ ദിവസത്തേക്ക് മുന്നോട്ട് പോകാനുള്ള സാധ്യത കാണുന്നത്. കാരണം ഇറാൻ ഉപയോഗിക്കുന്ന തന്ത്രവും അതായിരിക്കാനാണ് സാധ്യത. കാരണം അമേരിക്കയെ ട്രാപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇറാനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇറാന് നല്ല നാശനഷ്ടങ്ങൾ ഉണ്ടാകും. കാരണം അതിനകത്തിൽ അത് ഞാൻ മറ്റൊരു വീഡിയോയ്ക്ക് പറയാം. കാരണം ഇസ്രായേലിനും അമേരിക്കയ്ക്കും എത്രത്തോളം ഈ അവരുടെ ഈ മുന്നോട്ടുള്ള വാർ അവർക്ക് സസ്റ്റെയിൻ ചെയ്യാൻ കഴിയുമെന്നുള്ളതിനെക്കുറിച്ച് അമേരിക്കയിൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ അവരുടെ ഇൻ്റലിജൻസും അല്ലെങ്കിൽ സ്ട്രാറ്റജിക്കായുള്ള എക്സ്പേർട്സും അനലിസ്റ്റും ഒക്കെ തന്നെ സംശയം പ്രകടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഈ ഇറാനെ സംബന്ധിച്ച് അവരുടെ മിസൈൽ, ഡ്രോൺ സ്റ്റോക്ക് പൈൽ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മാസീവായിട്ടുള്ള റിസർവ് ഉണ്ട് അവർക്ക്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്തിൽ ആത്യന്തികമായിട്ട് നഷ്ടങ്ങൾ കൂടുതലുണ്ടാകാൻ സാധ്യതയുള്ളത് ഇസ്രായേൽ അമേരിക്കൻ ആക്സിസിനാണ് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തുന്നത്. ഓക്കെ, അത് നമുക്കതൊന്നും പറയാൻ സാധിക്കത്തില്ല.
അപ്പം ഈ പറഞ്ഞ യുദ്ധം സങ്കീർണമായിരിക്കുകയാണ്. അത് കൂടുതൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിനകത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടം ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു രാജ്യം ചൈനയാണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തലിപ്പോൾ. അതെങ്ങനെയാണ് ചൈനയ്ക്ക് നഷ്ടം ഉണ്ടാകാൻ പോകുന്നതാണ് നമ്മൾ ഇതിനകത്തിൽ ജസ്റ്റ് ഒന്ന് വിലയിരുത്തുന്നത്. അതായത് ക്രൂഡ് ഓയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഇറാനിൽ നിന്നും അമേരിക്കയുടെ സമ്മർദ്ദത്തെയോ അല്ലെങ്കിൽ അമേരിക്കയുടെ സാങ്ഷനൊന്നും വകവയ്ക്കാതെ ഇറാനിൽ നിന്നും ട്രംപിൻ്റെ ആദ്യത്തെ ടൈമിലായാലും അതിനുശേഷമൊക്കെ തന്നെ ആയാലും ശരി, വളരെ ചീപ്പായിട്ടുള്ള ഡിസ്കൗണ്ട് പ്രൈസിലുള്ള ഇറാനിയൻ ഓയിൽ ഏറ്റവും കൂടുതൽ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ചൈന എന്ന് പറഞ്ഞാൽ. അമേരിക്കയെ സംബന്ധിച്ച് അവരുടെ രാജ്യത്ത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഈ ഷെയിൽ ഗ്യാസ് അല്ലെങ്കിൽ ഓയിലൊക്കെ കണ്ടുപിടിച്ചതോടുകൂടി അമേരിക്കയ്ക്ക് അന്താരാഷ്ട്ര മാർക്കറ്റിൽ നിന്നും ക്രൂഡ് മേടിക്കേണ്ട ആവശ്യം ഉള്ളൊരു സാഹചര്യമല്ലേ. അതുകൊണ്ട് ഗ്ലോബൽ എനർജി മാർക്കറ്റിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ക്രൂഡ് വാങ്ങുന്ന ഒരു രാജ്യം, നമ്പർ 1 രാജ്യമാണ് ചൈന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കൺസംഷൻ്റെ കാര്യത്തിൽ അമേരിക്കയാണ്, എനർജി കൺസംഷൻ്റെ കാര്യത്തിൽ അമേരിക്കയും, രണ്ടാമത് ചൈനയും, മൂന്നാമത് ഇന്ത്യയാണ്. പക്ഷേ ക്രൂഡ് വാങ്ങിക്കുന്ന കാര്യത്തിൽ ചൈനയാണ് ഇപ്പോൾ നമ്പർ 1. കാരണം അമേരിക്ക ഗ്ലോബൽ മാർക്കറ്റിൽ നിന്ന് അവർക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, അവർ അതിനകത്ത് സെൽഫ് സഫീഷ്യൻ്റ് ആയി എന്നുള്ളൊരു അവസ്ഥയിൽ അവർ നെറ്റ് എക്സ്പോർട്ടാണ് ശരിക്കും പറഞ്ഞത്. അതുകൊണ്ടാണല്ലോ ഇന്ത്യയെ അവർ സമ്മർദ്ദം ചെലുത്തി അമേരിക്കയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങിക്കാനൊക്കെ തന്നെ. എന്നുവെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പ്രൈസ് കൊടുത്ത് അവിടെ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങിക്കാൻ അമേരിക്കയുടെയും ട്രംപിൻ്റെയൊക്കെ സമ്മർദ്ദമുണ്ടല്ലോ. കാരണം അവരെ നെറ്റ് എക്സ്പോർട്ടറാണ് ഇപ്പോൾ. അതുകൊണ്ട് ഇപ്പോൾ അവർ ഗ്ലോബൽ മാർക്കറ്റിൽ പർച്ചേസറല്ല, സെല്ലറാണ്. അപ്പോൾ അവരുടെ ആബ്സൻസിൽ അല്ലെങ്കിൽ അവരുടെ അഭാവത്തിൽ ഇപ്പോൾ ചൈനയാണ് നമ്പർ 1. കുറേ വർഷങ്ങളായിട്ട് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഏറ്റവും അല്ലെങ്കിൽ ഒന്നാമത്തെ രാജ്യം എന്നാണ്. അവരും ഇന്ത്യയെ പോലെ തന്നെ അവരുടെ മേജർ റിക്വയർമെൻറ്റ്സ് ഇമ്പോർട്ട് ചെയ്ത് തന്നെയാണ് അവർ ഇമ്പോർട്ടിനാണ് ആശ്രയിക്കുന്നത്. കാരണം ചൈനയ്ക്ക് ചൈനയിൽ ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ട് ഇന്ത്യ പോലൊക്കെ തന്നെ, പക്ഷേ അത് നാമമാത്രമായിട്ടുള്ളൂ. അവരുടെ ഡൊമസ്റ്റിക് ആവശ്യത്തെ മീറ്റ് ചെയ്യാനുള്ള പ്രൊഡക്ഷനൊന്നും ആഭ്യന്തരമായിട്ടില്ല. അതുകൊണ്ട് മേജർ ഷെയറും ഇമ്പോർട്ട് ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ 80% അല്ലെങ്കിൽ അത് കൂടുതലൊക്കെ തന്നെ ചൈന ഇമ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അവരും മിഡിൽ ഈസ്റ്റിന് ഇന്ത്യയെ പോലെ തന്നെ ഈ പറഞ്ഞ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളൊക്കെ തന്നെയാണ്. സൗദി എല്ലായിടത്തു നിന്നും അവർ വാങ്ങിച്ചു കൂട്ടുന്നുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ഇന്ത്യ ഇറാനിൽ നിന്ന് വാങ്ങിക്കുന്നത് നിർത്തിയാണ്. കാരണം അമേരിക്കൻ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ട് ട്രംപ് വന്ന ആദ്യത്തെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ ഫസ്റ്റ് ടൈമിൽ തന്നെ ട്രംപ് നമ്മളെ വിരട്ടിയത് കൊണ്ടും ആ വിരട്ടലിന് നമ്മൾ പിന്നെ വഴങ്ങി കൊടുത്തുകൊണ്ട് ഇറാനിൽ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ചീപ്പായിട്ടുള്ള ഓയിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. അതിനും അതും അതിൻ്റെ ബെനഫിഷ്യറി ചൈന തന്നെയായിരുന്നു. കാരണം ഇന്ത്യ വാങ്ങിക്കാതായപ്പോൾ ആ എണ്ണ കൂടെ ചൈനയ്ക്ക് അത് വാങ്ങിക്കാനും അതിനുശേഷം ഇത്ര നാളും ഇന്ത്യക്ക് ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്ന ഇത്രയും അടുത്തുള്ള അല്ലെങ്കിൽ ഇത്രയും ചീപ്പായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു എന്താണ് പറയുന്നത് പ്രിവിലേജ് അല്ലെങ്കിൽ ഫെസിലിറ്റി നമ്മൾ നഷ്ടപ്പെടുത്തിയതിൻ്റെ ഫലമായിട്ട് ചൈനയാണ് ഇതിനകത്തിലെ ഗണ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു മേജർ ഷെയർ ഇറാനിൽ നിന്നുള്ള എണ്ണ വാങ്ങിച്ചുകൊണ്ടിരുന്ന ഒരു രാജ്യം. അല്ലെങ്കിൽ ഇറാൻ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ അവരുടെ എണ്ണ ഉൽപ്പാദനത്തിൻ്റെ 80% മുകളിലും ചൈനയിലേക്കാണ് വിറ്റുകൊണ്ടിരിക്കുന്നതുണ്ട്. അപ്പോൾ ഈ യുദ്ധം തുടങ്ങുന്ന സമയം വരെ ഇപ്പോഴും ഒരുപക്ഷെ സ്ട്രൈറ്റ് ഓഫ് ഹോർമുസ് ഇറാൻ ബ്ലോക്ക് ചെയ്തെന്നുള്ള വാർത്തയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനകത്തെല്ലാം ഡിസ്റപ്ഷൻ ഉണ്ടാകും. പഴയ പോലെ ഓയിൽ എനർജി ഷിപ്പിംഗ് റൂട്ട് ഒന്നും നടക്കത്തില്ല. അപ്പോൾ ഓയിലിൻ്റെ ഫ്ലോ ഒക്കെ സ്റ്റോപ്പ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പറഞ്ഞ യുദ്ധം ഈ ചൈനയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയെ തടസ്സപ്പെടുത്തുന്നതിനോ അല്ലെങ്കിൽ വൈകിപ്പിക്കുന്നതിനോ ഒക്കെ തന്നെ ഇടവരുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടായാലും ശരി ചൈനയ്ക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാക്കി വെക്കുന്നത്. കാരണം ഈ ക്രൂഡ് ഓയിലിൻ്റെ വില കൂടുമല്ലോ തീർച്ചയായിട്ടും. നോർമൽ പീസ് ടൈമിൽ ഉണ്ടായതിനേക്കാളും ക്രൂഡ് ഓയിലിൻ്റെ വില കൂടും. കാരണം ബാരലിന് 100-100 മേളിലൊക്കെ പോകാനുള്ള സാധ്യത ഇപ്പോൾ ഉണ്ട്. കാരണം ഈ ഹോർമോസ് കടലെടുക്ക് ഇറാൻ ബ്ലോക്ക് ചെയ്തതിൻ്റെ ഫലമായിട്ടും കൂടി. അപ്പോൾ ചൈനയുടെ ഇറക്കുമതി ചെലവും അതുപോലെ തന്നെ ഈ പറഞ്ഞ എന്നുവെച്ചാൽ നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കുന്നത് ഇമ്പാക്റ്റ് തന്നെ. എന്നുവെച്ചാൽ നമുക്ക് ഓയിലിൻ്റെ വില കൂടുമ്പോൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ്. അപ്പം പഴയതിനേക്കാൾ കൂടുതൽ വില കൊടുത്ത് നമുക്ക് മേടിക്കേണ്ടി വരും. അപ്പോൾ രാജ്യത്ത് മൊത്തം അത് എല്ലാത്തിൻ്റെയും വില കൂട്ടും. ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെയും അതുപോലെ തന്നെ റോ മെറ്റീരിയൽസിൻ്റെയും ട്രാൻസ്പോർട്ടേഷൻ ചാർജസും ഒക്കെ തന്നെ കൂട്ടുമ്പോൾ മാനുഫാക്ചറേഴ്സിന് കൂടുതൽ പഴയതിനേക്കാൾ കൂടുതലവർക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അവർക്ക് കൂടുതലാകും. അപ്പോൾ തീർച്ചയായിട്ടും എക്സ്പോർട്ട് ചെയ്യുന്നൊരു രാജ്യം എന്ന നിലയ്ക്ക് ചൈനയ്ക്ക് അത് വലിയൊരു പ്രതികൂലമായിട്ടുള്ള സാഹചര്യം. അപ്പോൾ ഇത് ചൈനയുടെ കമ്പനികളുടെ ലാഭക്ഷമത കുറയ്ക്കും. എന്ന് പറഞ്ഞാൽ അവരുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുമല്ലോ. ക്രൂഡ് ഓയിലാണ് എല്ലാത്തിൻ്റെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ക്രൂഡ് ഓയിലിനെ ബേസ് ചെയ്താണല്ലോ മറ്റുള്ള എല്ലാത്തിൻ്റെയും പ്രൈസ് നിശ്ചയിക്കപ്പെടുന്നതാണ്. റോ മെറ്റീരിയൽസിൻ്റെയും അത് അവസാനം ഫിനിഷ്ഡ് ഗുഡ്സിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യുമല്ലോ. അപ്പോൾ മാസീവായിട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യമായതുകൊണ്ട് ഈ പറഞ്ഞ മാനുഫാക്ചർഡ് ഗുഡ്സിലെല്ലാം അവരുടെ വില കയറ്റം
പ്രതിഫലിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും അവരുടെ എക്സ്പോർട്ട് കോമ്പറ്റീറ്റീവ് ആകത്തില്ല. അതുവഴി സാമ്പത്തിക വളർച്ചയെ പ്രതികൂലമായിട്ട് ബാധിക്കുകയും ചെയ്യും. അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധത്തിൻ്റെ ഡയമെൻഷൻ ഇപ്പം അമേരിക്ക ഇസ്രയേലും ചെയ്യുന്ന യുദ്ധം ഇറാനെതിരെയാണെങ്കിൽ തന്നെയും, പക്ഷേ അവരുടെ ലാർജർ ഓബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈന പോലൊരു രാജ്യമാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പം ചൈനയ്ക്ക് ഇറാനുമായിട്ടുള്ള ഇല്ല പൊക്കിൾക്കൊടി ബന്ധം പോലുള്ള ബന്ധത്തെ എങ്ങനെയും കട്ട് ഓഫ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നത് അമേരിക്ക. ഒന്നാമത് ചൈനയുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന ക്രൂഡ് ഓയിലിൻ്റെ ഫ്ലോയെ അല്ലെങ്കിൽ ആ ഒരു സപ്ലൈ ചെയിൻ കട്ട് ചെയ്യുക എന്നുള്ളതാണ്. ചീപ്പായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന സപ്ലൈ ചെയിനെ കട്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു ലക്ഷ്യങ്ങൾ. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഈ ഹോർമൂസ് കടലിടുക്കിൽ കൂടെ നമ്മൾ പറഞ്ഞു അതുവഴിയുള്ള ഷിപ്പിംഗ് റൂട്ട് ഡിസ്റപ്റ്റ് ആകാൻ സാധ്യതയുള്ളതുകൊണ്ട് അതുവഴി ചൈനയിലേക്കോ അല്ലെങ്കിൽ ഇന്ത്യയിലേക്കോ ഉള്ള ക്രൂഡ് ഓയിൽ മാത്രമല്ല മറ്റുള്ള എല്ലാ മെർച്ചൻഡൈസിൻ്റെയും ഇമ്പോർട്ടായാലും എക്സ്പോർട്ടായാലും അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന ഈ രാജ്യങ്ങളിലേക്ക് വരുന്നതായാലും നമ്മുടെ രാജ്യത്തുനിന്ന് നമ്മൾ കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങളായാലും ശരി, അതിൻ്റെ എല്ലാം ഷിപ്പിംഗ് അല്ലെങ്കിൽ ആ ഇമ്പോർട്ട് എക്സ്പോർട്ട് സപ്ലൈ ചെയിൻ എല്ലാം കട്ട് ഓഫ് ആവുകയോ അല്ലെങ്കിൽ ഡിസ്റപ്റ്റ് ആവുകയോ ചെയ്യും. അപ്പോൾ അത് നമ്മളെ പ്രത്യേകിച്ച് ഏഷ്യൻ സമ്പദ് വ്യവസ്ഥകളെയൊക്കെ തന്നെ ഇന്ത്യ ചൈന പോലുള്ള സമ്പദ് വ്യവസ്ഥകളെ ഒക്കെ വളരെയധികം ഗണ്യമായ തോതിൽ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഏകദേശം ഈ പറഞ്ഞ ഹോർമൂസ് കടലിടുക്കിൽ കൂടെ തന്നെ ആഗോള ക്രൂഡിൻ്റെ 20% കടന്നു പോകുന്നുണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ കടലിടുക്ക് അടച്ചിടേണ്ടി വന്നു കഴിഞ്ഞാൽ ക്രൂഡ് ഓയിലിൻ്റെ വില 100 അല്ലെങ്കിൽ അതിന് മുകളിലൊക്കെ തന്നെ ഡോളർ ഒരു ബാരലിന് പോകാൻ സ്കൈ റോക്കറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. എപ്പോഴും നമ്മൾ അങ്ങനെ തന്നെയാണല്ലോ. മിഡിൽ ഈസ്റ്റിൽ പ്രത്യേകിച്ച് യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ഇതുപോലുള്ള യുദ്ധം കുറേ ദിവസങ്ങളിലേക്ക് നീണ്ടു നിൽക്കുന്നതാണെങ്കിലും ക്രൂഡ് ഓയിലിൻ്റെ വില മുകളിലേക്ക് കുതിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളായിട്ടുള്ള നമ്മളെപ്പോലുള്ള രാജ്യങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. ഇപ്പോൾ ഈ ഡിസ്കൗണ്ട് എണ്ണ റഷ്യക്ക് ഈ ചൈനയ്ക്ക് നഷ്ടപ്പെടുന്നുണ്ട്. ഒന്ന് ക്രൂഡ് ഓയിലിൻ്റെ വില അത് തീർച്ചയായിട്ടും ഉണ്ടാകും. അതിപ്പം രാജ്യത്തിന് ബന്ധം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി, ക്രൂഡ് ഓയിലിൻ്റെ വില എന്തോരം കൂടും. പിന്നെ ചൈനയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഡിസ്കൗണ്ടഡ് പ്രൈസിലുള്ള എണ്ണ, അതായത് US-ൻ്റെ ഈ സാങ്ഷനുള്ള രാജ്യമാണല്ലോ ഇറാൻ എന്ന് പറഞ്ഞാൽ. അപ്പം അങ്ങനെയുള്ള ഇറാൻ ഈ അമേരിക്കയിൽ നിന്നും വകവെക്കാതാണ് ചൈന അവിടെ നിന്ന് ഓയിൽ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ത്യ ഭീഷണിക്കൊക്കെ വഴങ്ങി നമ്മൾ ഇറാനിൽ നിന്നും കെട്ടിക്കൊണ്ടിരുന്ന ഓയിലൊക്കെ നിർത്തി എന്നെ നമ്മൾ നിർത്തിയിട്ട് വേറെ രാജ്യങ്ങളെയൊക്കെ ആശ്രയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ റിപ്പോർട്ട് പ്രകാരം ഈ ഒരു പ്രധാനപ്പെട്ട ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട, അതായത് മാരിടൈം ലോജിസ്റ്റിക്സിൻ്റെയും കമ്മോഡിറ്റി വിപണിയുടെയൊക്കെ തന്നെ ഡേറ്റ നൽകുന്ന ഒരു അനലിറ്റിക്സ് കമ്പനിയാണ് കെപ്ലർ എന്ന് പറഞ്ഞാൽ. അവരുടെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് 2025 ഇറാൻ്റെ എണ്ണ കയറ്റുമതിയുടെ 80% അല്ലെങ്കിൽ 80% ചൈനയാണ് വാങ്ങിച്ചതെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. അതും ഗ്ലോബൽ മാർക്കറ്റ് പ്രൈസിനേക്കാളും ബാരലിന് $8 മുതൽ $10 വരെ താഴ്ന്ന വിലയിൽ. അപ്പോൾ അത് ഡിസ്കൗണ്ട് പ്രൈസിൽ അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നതാണ്. കഴിഞ്ഞ വർഷം 13.8 ലക്ഷം ബാരൽ എണ്ണയാണ് പ്രതിദിന ശരാശരി ഇറാനിൽ നിന്നും വിലക്കുറവിൽ ചൈന വാങ്ങിയിട്ടുള്ളത്. 13.8 ലക്ഷം ബാരൽ പ്രതിദിന ശരാശരിയാണ്, ആവറേജാണ്. എന്നുവെച്ചാൽ ഒരു വർഷം മേടിച്ച മൊത്തം എണ്ണ ഡിവൈഡഡ് ബൈ 365 എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഏകദേശം മോറോർലെസ് 13.8 ലക്ഷം ബാരൽ എണ്ണ ഇറാനിൽ നിന്നും ചൈന വാങ്ങിച്ചതായിട്ടാണ് കണക്ക് പറയുന്നത്. ഇത് ഏകദേശം ഈ സമുദ്രം വഴിയുള്ള അവരുടെ ഇറക്കുമതിയുടെ 13.4% വരും. ആണവ പദ്ധതികൾ ഇറാൻ ഈ പുനരുജ്ജീവിപ്പിച്ചെത്തുന്ന 2018 ഇറാനെതിരെ US വീണ്ടും സാങ്ഷൻസ് കടുപ്പിക്കുന്നത്. അപ്പം അതിനുശേഷം നമുക്കറിയാം ഇറാന് ആഗോള വിപണിയിൽ എണ്ണ വിൽക്കാൻ പറ്റത്തില്ല. അപ്പം തീർച്ചയായിട്ടും ബയലാറ്ററലായിട്ടുള്ള സെറ്റപ്പും ഉണ്ട്. അതായത് ഉഭയകക്ഷി ബന്ധങ്ങൾ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഡോളർ വെച്ചിട്ട് വിനിമയം ചെയ്യാനാകുന്നില്ല. ഒന്നുകിൽ യുവാൻ അല്ലെങ്കിൽ ഇന്ത്യയായിട്ടാണെങ്കിൽ റുപ്പി ടേംസിലൊക്കെ തന്നെ ആയിരിക്കും. ഇപ്പം ഇന്ത്യ റഷ്യ ഒക്കെ തന്നെ അങ്ങനെയാണ്. ഇന്ത്യയും റഷ്യയും ചൈനയും റഷ്യ ഒക്കെ തന്നെ ഒന്ന് റൂബിളിലോ അല്ലെങ്കിൽ യുവാനിലോ ഒക്കെ തന്നെ ആയിരിക്കും. ഡോളറിൽ നമുക്ക് ഈ സാങ്ഷൻ ഉള്ളതുകൊണ്ടായ രാജ്യങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡ് നടത്താൻ സാധിക്കത്തില്ല. കാരണം ഗ്ലോബൽ ഈ പറഞ്ഞ ട്രേഡിംഗ് സിസ്റ്റത്തിൽ നിന്ന് ഇതിനെ കട്ട് ഓഫ് ചെയ്യുക. സാങ്ഷൻ ഏർപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തെ ആ ഗ്ലോബൽ പിന്നെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ നിന്ന് കട്ട് ഓഫ് ചെയ്യും. സ്വിഫ്റ്റ് അതുപോലുള്ള ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ നിന്ന്. അപ്പോൾ പിന്നെ ഡോളർ വെച്ചിട്ട് ഒരു ട്രേഡ് നടക്കാൻ പറ്റത്തില്ല ആ രാജ്യത്തിന്.
അപ്പോൾ അങ്ങനെയുള്ള സാങ്ഷൻ ഏർപ്പെടുത്തിയ ഒരു രാജ്യം ആയതുകൊണ്ട് മറ്റു രാജ്യങ്ങൾക്കൊന്നും ഈ അമേരിക്കയെ ഭയക്കുന്നത് കൊണ്ട് ഈ രാജ്യത്തു നിന്ന് എണ്ണ മേടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ചൈനയ്ക്ക് അങ്ങനെയുള്ള ഭയമൊന്നും ഇല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അമേരിക്ക ഒരുപക്ഷെ സീക്രട്ടീവായിട്ട് അതിനെ അനുവദിച്ചു കൊടുക്കുന്നുണ്ടോ ഒക്കെ തന്നെ ചൈന ഇറാനിൽ നിന്നും ഇഷ്ടം പോലെ ഏകദേശം 80% മേലെ എണ്ണ വാങ്ങിക്കുന്ന ഒരു രാജ്യമായിട്ട് നിലനിൽക്കരുത്. അതുപോലെ തന്നെ നമുക്കറിയാം വെനിസുലയിൽ ഇപ്പോൾ ഈ ഒരു അട്ടിമറി നടക്കുന്നതിന് മുമ്പ് വരെ US ഉപരോധമുള്ള രാജ്യമായിരുന്നു. അപ്പം ചൈനയും വെനിസുലയും തമ്മിൽ വളരെ ഈ പറഞ്ഞ ഇറാനുമായിട്ടുള്ള ബന്ധം പോലെ തന്നെ വളരെയധികം ബന്ധമുള്ള രാജ്യങ്ങളായിരുന്നു. അപ്പോൾ അവിടുന്ന് ഈ പറഞ്ഞ ചൈന ചുടുവിലയ്ക്ക് ഈ പറഞ്ഞ എണ്ണ അടിച്ചു മാറ്റുന്നുണ്ടായിരുന്നു. അടിച്ചു മാറ്റം മീൻസ് എണ്ണ വാങ്ങിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ചൈനയെ സംബന്ധിച്ച് ആഗോള വിപണിയിൽ കിട്ടുന്ന എണ്ണയുടെ വിലയേക്കാൾ കുറഞ്ഞ തോതിലുള്ള അല്ലെങ്കിൽ കുറഞ്ഞ വിലയിൽ ലഭിക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ച് അവരുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വളരെയധികം പ്രയോജനകരമായിരുന്നു. കാരണം അവർക്ക് വളരെ ഈ കുറഞ്ഞ വിലയിൽ എണ്ണ കിട്ടുന്നതുകൊണ്ട് അവരുടെ മാനുഫാക്ചറിങ് ഒക്കെ തന്നെ കുറഞ്ഞ ചിലവിൽ അവർക്ക് ഏഹ്, നടത്തുവാനും അതുവഴി അവരുടെ ഉൽപ്പന്നങ്ങൾ ആഗോള മാർക്കറ്റിൽ വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള പ്രൈസിൽ അവർക്ക് വിറ്റഴിക്കാൻ സാധിക്കുന്നു. അപ്പം ഇങ്ങനെ വലിയൊരു പ്രിവിലേജ് ചൈനയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്നതായിരുന്നു. അപ്പം ഇങ്ങനെയുള്ളൊരു വെനിസുലയിൽ നിന്ന് അത് കട്ടായി. ഇനിയിപ്പോൾ ഇറാനിൽ നിന്നും അത് യുദ്ധം രൂക്ഷമാവുന്നതോടുകൂടി അത് ഡിസ്റപ്റ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. രണ്ട്, ഇനിയും ഇറാനെ അമേരിക്കയ്ക്കും ഇസ്രായേലും ന്യൂട്രലൈസ് ചെയ്തിട്ട് അവരുടെ ഇഷ്ടമുള്ളൊരു ഗവൺമെന്റിനെ അവിടെ സ്ഥാപിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതും ചൈനയ്ക്ക് നഷ്ടമാകും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് ചൈനയ്ക്ക് ഇത് ഭയങ്കരമായിട്ടുള്ള പ്രത്യാഘാതമാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഏകദേശം വെനിസുലയിൽ നിന്ന് 4.7 ലക്ഷം ബാരൽ ശരാശരി പ്രതിദിനം ഇറാനിൽ നിന്ന് മേടിക്കുന്നതിൻ്റെ അത്രയില്ല ചൈന ഇറക്കുമതി ചെയ്തത്. കാരണം അത് ദൂരമായതുകൊണ്ടായിരിക്കും പക്ഷേ അത്രയും കുറച്ച് അവിടുന്ന് മേടിക്കുവാൻ ആ, കാരണമായത്. അത് ചൈനയുടെ മുമ്പേ നമ്മൾ പറഞ്ഞ സമുദ്രം മുഖേനയുള്ള മൊത്തം ക്രൂഡ് ഓയിൽ ഇറക്കുമതി 4.5%, മറ്റേത് 13.4% ഉണ്ട് ഇറാനിൽ നിന്നുള്ള. അതുപോലെ തന്നെ 2016 ശേഷം $210 കോടി ഓയിൽ സെക്ടറിലേക്ക്, അതായത് ഏകദേശം 19,000 കോടി രൂപയ്ക്ക് തുല്യമായിട്ടുള്ള നിക്ഷേപവും ചൈന നടത്തിയിട്ടുണ്ട്. അതെല്ലാം ഇപ്പോൾ ട്രംപ് അത് ഹൈജാക്ക് ചെയ്തെടുത്തതിന് ശേഷം ചൈനയ്ക്ക് അവിടെയും വലിയ നഷ്ടങ്ങളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. വെനിസുലയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നതിനൊപ്പം തന്നെ സ്വന്തം നിലയിൽ അവിടെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ഇക്കഴിഞ്ഞ ജനുവരിയിൽ നമുക്കറിയാം പ്രസിഡന്റ് നിക്കോളാസ് മഡുറോ US സൈന്യം തട്ടിക്കൊണ്ട് പോയതോടെ ട്രംപിന്റെ പിടിയിൽ വെനിസുല ആയതോടുകൂടി ഈ പറഞ്ഞ ഒരു എന്താ പറയുന്നത് ആ ഒരു പ്രിവിലേജും ചൈനയ്ക്ക് നഷ്ടമായി. അല്ലെങ്കിൽ വില കുറച്ച് കിട്ടിക്കൊണ്ടിരുന്ന എണ്ണയുടെ ഒരു സോഴ്സും ചൈനയ്ക്ക് അത് വഴിയടഞ്ഞു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ കയറ്റുമതിയാണ് ഇതെല്ലാം ബാധിക്കുന്നത് ചൈനയുടെ. കാരണം ചൈന കയറ്റുമതിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു രാജ്യമാണല്ലോ. എക്സ്പോർട്ട് ഓറിയന്റഡ് എക്കോണമിയാണ് ചൈന എന്ന് പറയുന്നത്. ഇന്ത്യയെ പോലെ ഇന്ത്യ അങ്ങനെ എക്സ്പോർട്ട് ഓറിയന്റഡ് എക്കോണമി അല്ല. ഇന്ത്യ ഡൊമസ്റ്റിക് കൺസംഷനെ ആശ്രയിച്ച് ആണ് ഇന്ത്യൻ എക്കോണമിയുടെ ഏകദേശം രൂപ എന്താണ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് നമ്മൾ ആഗോള സമ്പദ് വ്യവസ്ഥയിലൊക്കെ വളരെ രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിൽ ഇന്ത്യയെ അത് ബാധിക്കുമെങ്കിലും, കാരണം ഇപ്പോൾ ഇന്ത്യ ഒരു ഗ്ലോബലൈസ്ഡ് എക്കോണമിയാണ്. എന്നാലും പൂർണ്ണമായിട്ടും നമ്മൾ ഇപ്പോൾ ചൈനയെ പോലെ ജപ്പാനെ പോലെ സൗത്ത് കൊറിയ അല്ലെങ്കിൽ അതുപോലുള്ള ഈ എക്സ്പോർട്ട് ഓറിയന്റഡ് എക്കോണമീസ് ഉണ്ടല്ലോ, ഈവൻ തായ്വാൻ അല്ലെങ്കിൽ ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ, വിയറ്റ്നാം, അവരൊക്കെ എക്സ്പോർട്ടിനെ ആശ്രയിച്ച് ജീവിക്കുന്നതാണ്. അപ്പോൾ എക്സ്പോർട്ടിനെ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും ആഗോള വിപണിയിൽ ഉണ്ടാകുന്ന ഏത് മാറ്റവും അവരെ സംബന്ധിച്ച് അത് ക്രൈസിസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ അങ്ങനെ അമിതമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു രാജ്യമല്ല. അതുകൊണ്ട് ഇന്ത്യക്ക് അത് വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല. പൊതുവെ സമ്പദ് വ്യവസ്ഥയിലുണ്ടായിരുന്ന ആഗോള സമ്പദ് വ്യവസ്ഥയിലുന്ന റിസഷനൊക്കെ തന്നെ. അപ്പോൾ ചൈനയെ സംബന്ധിച്ച് ഈ പറഞ്ഞ കയറ്റുമതി ഇത് ഇമ്പാക്റ്റ് ചെയ്യും. കാരണം വില കൂടുന്നുണ്ട്, മാനുഫാക്ചറിങ്ങിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുന്നുണ്ട്, അവരുടെ കയറ്റുമതി ഇത് ബാധിക്കും. അപ്പോൾ ചൈനയ്ക്ക് ഇങ്ങനെ വളരാൻ ഏറ്റവും കാരണമായിട്ടുള്ള ഘടകം ഈ ചീപ്പായിട്ടുള്ള ഓയിൽ ഈ പറഞ്ഞ രാജ്യങ്ങളിൽ നിന്നൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതായിരുന്നു. അത് അവരുടെ ഈ ലോക വിപണിയിലേക്ക് കുറഞ്ഞ ചിലവിൽ നിർമ്മിച്ച അവരുടെ സാധനങ്ങൾ, ഉൽപ്പന്നങ്ങളെ അവർക്ക് കയറ്റി അയക്കാൻ സാധിച്ചു എന്നുള്ളത് ചൈനയ്ക്ക് വലിയൊരു എന്താ പറയുക അഡ്വാൻറ്റേജ് ആയിരുന്നു. ചൈന കയറ്റുമതി അധിഷ്ഠിത സമ്പദ്ഘടന എന്ന് പറയാം. അതാണ് ഞാൻ പറഞ്ഞത്, എക്സ്പോർട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു എക്കോണമിയാണ്. അപ്പോൾ US ഇറാനും തമ്മിലുള്ള യുദ്ധം നീണ്ടു നിന്നാൽ അത് ഗ്ലോബൽ എക്കോണമിയെ മാത്രം അല്ല, കാരണം ഗ്ലോബൽ എക്കോണമിയെ ബാധിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയൊരു മാനുഫാക്ചറിങ് രാജ്യമാണ് ചൈന. ഇപ്പം ചൈനയുടെ ഉൽപ്പന്നങ്ങളാണ് ലോകത്തിലേക്ക് എല്ലാം
കയറ്റി അയച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഉൽപ്പന്നങ്ങളെല്ലാം കൂടുതൽ ചെലവിൽ ഈ പറഞ്ഞ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടും. അപ്പോൾ ആഗോള സമ്പദ് വ്യവസ്ഥയിലും അതിൻ്റെ പ്രതിഫലനങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും.